السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആമീൻ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുള്ളയുടെ സാദുൽ മആദ് എന്ന ഗ്രന്ഥത്തിൻ്റെ മുഖ്തസറാണ് നാം വായിച്ചുകൊണ്ടിരുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള ഇഖ്തിസാർ ചെയ്തിട്ടുള്ള അഥവാ ചുരുക്കി എഴുതിയിട്ടുള്ള കിതാബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറകളിൽ ഏറ്റവും നല്ല കിതാബ് എന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പോലെയുള്ളവർ പറഞ്ഞ ഹദീസിൻ്റെയും ഫിഖഹിൻ്റെയും സീറയുടെയും എല്ലാം കിതാബായി എണ്ണിയിട്ടുള്ള വിശാലമായിട്ടുള്ള ഗ്രന്ഥമാണ്. അതിൽ ആദ്യ ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്തുകളിലെ മാതൃകയാണ് പറയുന്നത്. പിന്നീട് അതിനെ തുടർന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ മേഖലയിലും സീറയിലുണ്ടായ കാര്യങ്ങളും ജീവിത ചരിത്രവും എല്ലാ മേഖലയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ കിതാബ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദർസിൽ 1-2 മാസമായും തോന്നുന്നു നമ്മൾ അവസാനമായിട്ട് ദർസ് എടുത്തതിൽ നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിസ്കാരം പറഞ്ഞു, അതുപോലെ തന്നെ സക്കാത്ത് പറഞ്ഞു. നോമ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില മാതൃകകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി എന്തായിരുന്നു, ഫർളായ നോമ്പുകൾ, റമളാനിലെ നോമ്പ്, സുന്നത്തായ നോമ്പുകൾ, അതുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. നോമ്പുമായി പരാമർശിച്ചതിന് ശേഷം, നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാമർശിച്ചതിന് ശേഷം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അടുത്തത് പറയുന്നത് ഫസ്ലുൻ ഫീ ഹദീഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഇഅ്തികാഫ്. ഇഅ്തികാഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗനിർദ്ദേശനങ്ങൾ, മാതൃക എന്താണ് എന്നതാണ് പറയുന്നത്. അപ്പോൾ നോമ്പിനെ തുടർന്നുകൊണ്ട് ഇഅ്തികാഫിനെ പറ്റി പറയാൻ ചില കാരണങ്ങളുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഇഅ്തികാഫിനെ പറ്റി പറയുമ്പോൾ അത് നോമ്പിന് തുടർച്ചയായിക്കൊണ്ട് അല്ലെങ്കിൽ നോമ്പിനോട് ചേർന്നുകൊണ്ടാണ് അധിക സന്ദർഭത്തിലും പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ? ഹുവൽ ലുബ്സ് ഫിൽ മക്കാൻ ഫല്ലുബ്സ് ഫിൽ മക്കാൻ യുസമ്മ ഇഅ്തികാഫൻ. ഒരു സ്ഥലത്ത് ഇരിക്കുന്നതിന് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് തങ്ങുന്നതിന്, ചടഞ്ഞുകൂടി ഇരിക്കുന്നതിനാണ് ഇഅ്തികാഫ് എന്ന് പറയുന്നത്. അത് അള്ളാഹുവിനെ അനുസരിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണെങ്കിൽ അത് ഇബാദത്തും തൗഹീദുമാണ്. എന്നാൽ അള്ളാഹു അല്ലാത്തവരുടെ തൃപ്തിക്ക് വേണ്ടി, അവരുടെ ഇഷ്ടം നേടിയെടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ അത് ശിർക്കാണ്. മുശ്രിക്കീങ്ങൾ അവരുടെ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ ഇതുപോലെ ചടഞ്ഞുകൂടി ഇരിക്കാറുണ്ടായിരുന്നു, ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. അല്ലാഹു തആല സൂറത്തുൽ അംബിയായിലെ 52-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, മാ ഹാദിഹി തമാസീലുല്ലതി അൻതും ലഹാ ആകിഫൂൻ. നിങ്ങൾ ഇഅ്തികാഫ് ഇരിക്കുന്ന ഈ വിഗ്രഹങ്ങൾ ഇതെന്താണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ ചടഞ്ഞുകൂടിയിരിക്കുന്ന ആ ഒരു കാര്യത്തിനാണ് ഇഅ്തികാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇഅ്തികാഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള ഇനി പറയുന്നത്. സത്യത്തിൽ ഇഅ്തികാഫ് എന്നുള്ളത് നമ്മളിൽ പലരും റമളാനിൽ ഇഅ്തികാഫ് ഇരിക്കാറുള്ളതാണ്. ആ നിയത്തിൽ തന്നെ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഇഅ്തികാഫ് കൊണ്ടുള്ള നേട്ടം അല്ലെങ്കിൽ ഇഅ്തികാഫിൻ്റെ ലക്ഷ്യം അതെന്താണ് എന്നുള്ളത് വളരെ മനോഹരമായി, അതിൻ്റെ ഹിക്മത്ത് എന്താണ്, എങ്ങനെയാണ് ഒരാൾ ഇഅ്തികാഫ് ഇരിക്കേണ്ടത് എന്നെല്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള ഈ കിതാബിൽ പറയുന്നുണ്ട്. ഇഅ്തികാഫിനെ പറ്റി പറയുന്ന പണ്ഡിതന്മാരെല്ലാം ഭൂരിഭാഗം അവർ ഉദ്ധരിച്ചിട്ടുള്ള ഒരു വാചകമാണ്, ഒരു വാക്കുകളാണ് ഈ സാദുൽ മആദിലെ. പല പണ്ഡിതന്മാരും ഇഅ്തികാഫിന്റെ ലക്ഷ്യം വിശദീകരിക്കുമ്പോൾ പല കിതാബുകളും കണ്ടിട്ടുണ്ട്.
അവർ ഈ ഒരു ഉദ്ധരണി ഉദ്ധരിച്ചുകൊണ്ട് അതിന്റെ ശ്രേഷ്ഠതയെയും അതിന്റെ പ്രാധാന്യത്തെയും ഓർമ്മിപ്പിക്കാറുള്ളത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്, ലമ്മാ കാന സലാഹുൽ ഖൽബി വസ്തിഖാമതുഹു ഫി ത്വരീഖി സൈരിഹി ഇലല്ലാഹി തആല. അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള യാത്രയിൽ, അഥവാ നാം ഓരോരുത്തരും ചെയ്യുന്ന അള്ളാഹുവിലേക്കുള്ള യാത്ര, രണ്ട് രീതിയിലാണ് അള്ളാഹുവിലേക്കുള്ള യാത്ര ഉണ്ടാവുക. ഒന്ന്, ദുനിയാവിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവിലൂടെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിലൂടെ നാം എത്തിച്ചേരുന്ന അള്ളാഹുവിലേക്കുള്ള യാത്ര. രണ്ട്, നമ്മളെ ശരീരം കൊണ്ട് നാം മരണപ്പെട്ടതിന് ശേഷം നാം ചെയ്ത സൽക്കർമ്മങ്ങൾക്കും അതുപോലെ തന്നെ പാപങ്ങൾക്കും അതിനുള്ള വിചാരണയും പ്രതിഫലവും നടക്കുന്ന പരലോകത്തേക്ക് എത്തിച്ചേരുന്ന അള്ളാഹുവിലേക്കുള്ള യാത്ര. ഈ രണ്ട് തരത്തിലുണ്ട്. ഒരു മുഅ്മിൻ അള്ളാഹു തആലയെ അറിയുന്നതിലൂടെ, അവനെ മാത്രം ആരാധിക്കുന്നതിലൂടെ, അവനെ ദിക്ർ ചെയ്യുന്നതിലൂടെ എല്ലാം അവൻ എന്ത് ചെയ്യണം? അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കണം, അതിനുവേണ്ടി പരിശ്രമിക്കണം. അത് പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. എന്നിട്ട് പറയാണ്, മുതവഖിഫൻ അലാ ജംഇയ്യതിഹി അലല്ലാഹ്. ഈ അതിനുവേണ്ടി, ആ യാത്രയ്ക്ക് വേണ്ടി കൽബ് നേരെയാവുക, നേരെ ചൊവ്വയാവുക എന്നുള്ളതെല്ലാം അതിനാവശ്യമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാളുടെ കൽബ് അള്ളാഹുവിലേക്ക് ഒരുമിക്കണം. ഒരാളുടെ കൽബ് അള്ളാഹുവിലേക്ക് ഒരുമിക്കുന്ന അവസ്ഥയുണ്ടാകണം. അവന്റെ ലക്ഷ്യം, അവന്റെ ചിന്ത, അവന്റെ ഉദ്ദേശം, അവന്റെ ജീവിതം, അവന്റെ വാക്ക്, അവന്റെ പ്രവൃത്തി, അവന്റെ സ്നേഹബന്ധം, അവന്റെ ദേഷ്യം, വിദ്വേഷം, വെറുപ്പ്, അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഒരുമിക്കുമ്പോഴാണ് ഒരാൾക്ക് യഥാർത്ഥത്തിൽ അള്ളാഹുവിലേക്കുള്ള യാത്ര ചെയ്യാൻ സാധിക്കുക. വലം മിശഅതിഹി ബിഇഖ്ബാലിഹി ബിൽകുല്ലിയതി അലല്ലാഹ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഖൽബ് അള്ളാഹുവിലേക്ക് യോജിക്കണം. അതുപോലെ തന്നെ അവന്റെ കൽബ് ചിന്നിച്ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ അവന്റെ കൽബിന് ബാധിച്ചിട്ടുള്ള അഴുക്കുകൾ അതെല്ലാം ഒഴിവായി പൂർണ്ണമായി അതിനെ യോജിപ്പിച്ച് വൃത്തിയാക്കി അള്ളാഹുവിലേക്ക് മാത്രമായി തിരിയണം. കൽബിന്റെ ലക്ഷ്യം അള്ളാഹു മാത്രമാകുന്നത് വരെ അള്ളാഹുവിലേക്കുള്ള യാത്ര നമുക്ക് ആസ്വദിക്കാൻ സാധിക്കില്ല, യഥാർത്ഥ രൂപത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. فإن شعث القلب لا يلمه إلا الإقبال على الله. ഈ ചിന്നിച്ചിതറി നിൽക്കുന്ന കൽബിന്റെ അവസ്ഥ ചിന്നിച്ചിതറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ നമ്മൾ വല്ല ഹറാമിനെ കുറിച്ചാവും ചിന്തിക്കുക, അല്ലെങ്കിൽ ഒരു ഗുണമില്ലാത്ത കാര്യത്തിനാവും ചിന്തിക്കുക, അല്ലെങ്കിൽ ഹലാലായ കാര്യത്തിൽ തന്നെ കൂടുതൽ മുഴുകുന്ന കാര്യമാവും ആലോചിക്കുക. അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ ഉണ്ടാവില്ല. കുടുംബ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കച്ചവട പ്രശ്നങ്ങൾ, സാമ്പത്തിക കാര്യങ്ങൾ, ഇതിങ്ങനെയുള്ള പല ചിന്നിച്ചിതറി നിൽക്കുന്ന കാര്യങ്ങളിൽ ചിന്ത മുഴുകിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ ഈ കൽബിനെ അള്ളാഹുവിലേക്ക് മാത്രമായിട്ട് യോജിപ്പിക്കണമെങ്കിൽ, അങ്ങനെ ചേർക്കണം എന്നുണ്ടെങ്കിൽ, വകാന ഫുദൂലു തആമി വശറാബ് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, അധികരിച്ച ഭക്ഷണം കഴിക്കലും അതുപോലെ അധികരിച്ച പാനീയങ്ങളും, വഫുദൂലു മുഖാലത്തത്തിൽ അനാം, അതുപോലെ അധികരിച്ച മനുഷ്യരുമായിട്ടുള്ള കൂടിക്കലരലുകൾ, അഥവാ വെറുതെ ഒരു ആവശ്യവുമില്ലാതെ വെറുതെ വർത്താനം പറഞ്ഞ ആളുകളുമായിട്ട് കൂടിക്കലർന്ന് അങ്ങനെ നടക്കുന്ന അവസ്ഥ. വഫുദൂലുൽ മനാം, അതുപോലെ തന്നെ അധികരിച്ച ഉറക്കം എന്നുള്ളത് കൂടുതലാവുക. വഫുദൂലുൽ കലാം, അതുപോലെ സംസാരം, ഒരു ഉപകാരമില്ലാത്ത സംസാരങ്ങൾ അത് അധികരിക്കുക എന്നുള്ളത്. മിമ്മാ യസീദുഹു ശഅതൻ, ഈ കാര്യങ്ങളൊക്കെ കൽബിന്റെ അവസ്ഥയെ വീണ്ടും വീണ്ടും ചിന്നിച്ചിതറിയ അവസ്ഥയിലായിക്കൊണ്ടിരിക്കും. അതായത് നമ്മുടെ കൽബിനൊരു ജീവനുണ്ട്. ആ ജീവൻ നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഹറാമുകൾ. എന്തായാലും നഷ്ടപ്പെടുത്തും, ഒരു സംശയമല്ല. ഒരാൾ ഹറാമ് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ കൽബ് പ്രശ്നം ബാധിക്കും. ശിർക്ക് സംഭവിച്ചവന്റെ കൽബിന് ജീവനെ ഉണ്ടാക്കാൻ പോകുന്നില്ല. എന്നാൽ തൗഹീദൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ള ആളുകൾ, അള്ളാഹുലേക്ക് യാത്രയിൽ പരിശ്രമിക്കുന്ന ആളുകൾ, അവർക്ക് തന്നെ ഈ കാര്യങ്ങൾ കൂടിക്കഴിഞ്ഞാൽ അവന്റെ ഭക്ഷണം, അവന്റെ പാനീയങ്ങൾ, അവന്റെ സംസാരം, അവന്റെ ഉറക്കം, ആളുകളുമായിട്ട് കൂടിക്കലരൽ, ഇതെല്ലാം അധികരിച്ചു കഴിഞ്ഞാൽ അവന്റെ കൽബ് അള്ളാഹുലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റൂല. വേറെ കുറേ ചിന്തകളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അവന്റെ മനസ്സിൽ എപ്പോഴും വേറെ എന്തെങ്കിലും കാര്യം മുഴുകിക്കൊണ്ടേയിരിക്കും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഈ കാര്യങ്ങൾ അധികരിച്ചാൽ കൽബിന്റെ അവസ്ഥ ചിന്നിച്ചെറിയ അവസ്ഥയിലായിക്കൊണ്ടേയിരിക്കും. വയുശത്തിതുഹു ഫി കുല്ലി വാദിൻ,
എല്ലാ താഴ്വരയിലും അല്ലെങ്കിൽ ഏതവസ്ഥയിലും കൽബിന്റെ അവസ്ഥ ചിഹ്നിച്ചതേ ഉള്ളൂ. ഒരു സമാധാനമോ ഒരു റാഹത്തോ ഒരു ആസ്വാദനമോ, ഈമാനിന്റെ ആസ്വാദനമോ, ഖുർആൻ കേൾക്കുമ്പോഴുള്ള ഈമാനിന്റെ ഉയർച്ചയോ ഒന്നും തന്നെ അവനുണ്ടാവില്ല. അവന്റെ കൽബ് അത്രയും തകർന്നു പോയിട്ടുണ്ടാകും. കാരണം ഈ കാര്യങ്ങളൊക്കെ അധികരിച്ചുകൊണ്ട് സത്യത്തിൽ ഈ കാര്യങ്ങൾ അള്ളാഹുലേക്കുള്ള യാത്രയിൽ അവനെ തടഞ്ഞിട്ടുണ്ടാവും. അവന്റെ കൽബ് കൊണ്ട് അള്ളാഹുവിനെ അറിഞ്ഞും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിലൂടെ അവന് ലഭിക്കുന്ന ആസ്വാദനം, അവന്റെ ആ യാത്ര, ഈ കാര്യങ്ങൾ തടഞ്ഞു വെച്ചിട്ടുണ്ടാവും, മുറിച്ചു കളഞ്ഞിട്ടുണ്ടാവും. അവൻ അത് അറിഞ്ഞിട്ടുണ്ടാവില്ല. വയുദ്ഇഫുഹു, ആ യാത്രയെ ദുർബലപ്പെടുത്തിയിട്ടുണ്ടാകും. ഔ യഊഖുഹു, അല്ലെങ്കിൽ തടസ്സങ്ങൾ അതിനു മുമ്പിൽ ഒരുക്കിയിട്ടുണ്ടാകും. വയുഖിഫുഹു, അവനെ അവിടെ നിർത്തിക്കളയും. ആ യാത്ര തുടരാൻ പറ്റാതെ, അള്ളാഹുവിനെ കുറിച്ച് അറിവില്ലാതെ, ദിക്റില്ലാതെ, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്യാതെ, ഒന്നും സാധിക്കാതെ നിന്നു പോകുന്ന അവസ്ഥയുണ്ടാകും. എന്നിട്ട് പറയാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്, അപ്പൊ ഈ കാര്യങ്ങളുണ്ടല്ലോ, ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇത് വളരെയധികം ഗൗരവമുള്ള ഒരു കാര്യമാണ്. നമുക്ക് സ്വാഭാവികമായിട്ടും മനുഷ്യന് താല്പര്യം ഉണ്ടാവുമെങ്കിലും, മനുഷ്യന് ആർക്കും ഇഷ്ടമല്ലാത്ത നല്ല നല്ല ഭക്ഷണങ്ങൾ കുറെ കഴിക്കുക, നല്ല നല്ല പാനീയങ്ങൾ കുടിക്കുക, കുറെ നേരം ഇങ്ങനെ ഉറങ്ങുക, കുറെ സംസാരിച്ചിരിക്കുക, ആളുകളുമായിട്ട് ഇങ്ങനെ കൂടിക്കലർന്ന് നടക്കുക, ഇതൊക്കെ മനുഷ്യന്റെ നഫ്സ് ഇഷ്ടപ്പെടുന്ന, ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതിന്റെ ഒക്കെ അനന്തരഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കാര്യങ്ങൾ കൂടുന്തോറും നമുക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ നഷ്ടപ്പെടും, അള്ളാഹുവിനോടുള്ള ഇഷ്ടം നഷ്ടപ്പെടും, അള്ളാഹുവിനെ ഓർക്കാൻ സാധിക്കാതെ വരും, ഇബാദത്ത് ചെയ്യുന്നത് നഷ്ടപ്പെടും. ഖുർആൻ ഓതുമ്പോ പോലും നമ്മുടെ മനസ്സ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. നാവ് കൊണ്ട് ഖുർആൻ ഓതുന്നുണ്ടാവും, നമ്മുടെ ചിന്ത വീട്ടിലിങ്ങനെ, ഭാര്യ ഇങ്ങനെ, കുട്ടികളങ്ങനെ, കച്ചവടത്തിൽ അങ്ങനെ, അവിടെ അങ്ങനെ, ഇവിടെ അങ്ങനെ, വേറെ എന്തൊക്കെയോ ചിന്തകളായി. ഖുർആന്റെ ഒരു ആശയം പോലും, ഒരു ലഫ്ളിന്റെ, ഒരു വാക്കിന്റെ അർത്ഥം പോലും നമ്മുടെ കൽബിൽ കയറാത്ത അവസ്ഥയിൽ പാരായണം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പൊ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇൻഷാ അല്ലാഹ് അതിനെ പറ്റി കൂടുതൽ പറയുന്നുണ്ട്. ഇഖ്തലത് റഹ്മത്തുൽ അസീസിർ റഹീം ബിഇബാദിഹി അൻ ശറഅ ലഹും മിനസ്സൗം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അസീസും റഹീമുമായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യമാണ് അല്ലാഹു നിർബന്ധമാക്കിയത്. എന്ത്? ശറഇൽ നോമ്പിനെ നിർബന്ധമാക്കിയത്. എന്താണ് നോമ്പ് കൊണ്ടുള്ള ഗുണം? മാ യുദ്ഹിബു ഫുദൂല ത്വആമി വശറാബ്, അധികരിച്ചുണ്ടാകുന്ന ഭക്ഷണവും പാനീയങ്ങളും ഒഴിവാകാൻ വേണ്ടി. സത്യത്തില് നോമ്പ് തുറക്കുമ്പോൾ നമ്മളിന്നൊരു എന്താ പറയുക, ഭക്ഷണത്തിന്റെ ഒരു ആഘോഷമാക്കി മാറ്റുമ്പോഴും നോമ്പ് കൊണ്ടുള്ള ഹിക്മത്ത് അതിൽ പെട്ടൊരു കാര്യമാണ് അവൻ അധികരിച്ച ഭക്ഷണം ഒഴിവാക്കുക എന്നുള്ളത്. ഒരു മനുഷ്യന് അവൻ അധികരിച്ച ഭക്ഷണം കുറക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ടുള്ള അള്ളാഹുവിന്റെ ഒരു കാരുണ്യമാണ് ഈ നോമ്പിനെ നിർബന്ധമാക്കിയത് എന്നുള്ളത്. അതുകൊണ്ട് ആ മനുഷ്യൻ എന്താകുന്നു? അവൻ ഒരു നിശ്ചിത സമയത്തേക്ക് ഭക്ഷണ പാനീയങ്ങൾ ഒഴിവാക്കുന്നു. എന്നിട്ട് പറയാണ്, വയസ്തഫ്രിഗു മിനൽ ഖൽബി അഖ്ലാഖ അശ്ശഹവാതിൽ മുഅവ്വിഖതി ലഹു അൻ സൈരിഹി ഇലല്ലാഹി തആല. വയസ്തഫ്രിഗു മിനൽ ഖൽബ്, അങ്ങനെ ഈ നോമ്പെടുക്കുന്നതോട് കൂടെ അവന്റെ കൽബിൽ നിന്ന് ഒഴിവാക്കിയെടുക്കും. എന്തിനാണ് ഒഴിവാക്കുക? അഖ്ലാഖ അശ്ശഹവാതിൽ മുഅവ്വിഖതി ലഹു അൻ സൈരിഹി ഇലല്ലാഹ്, അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ തടസ്സമാകുന്ന, അതിനൊരു തടസ്സമായി നിൽക്കുന്ന ഇച്ഛകളെ തടഞ്ഞു നിർത്താൻ, അത് കൂടിക്കലരാതിരിക്കാൻ ഈ നോമ്പ് ഒരു കാരണമാകുന്നു. ശരിക്ക് ആലോചിച്ച് നോക്കണം. കാരണം ഇനി സുന്നത്തായ നോമ്പുകൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? യുവാക്കളോട് അവർ ഹറാമുകളിലേക്ക് പോകുന്ന അവരെ ദൃഷ്ടി താഴ്ത്താൻ, അവരുടെ ചാരിത്ര ശുദ്ധി കാത്തു സൂക്ഷിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നോമ്പ് നോൽക്കാനാണ്. അതുപോലെ തന്നെ ഏതൊരവസ്ഥയിലും ഒരാൾക്ക് നല്ല സ്വഭാവം ഉണ്ടാകണോ, അവൻ നോമ്പെടുത്താൽ അവന് നല്ല സ്വഭാവം ഉണ്ടാകും. നല്ല സ്വഭാവം ഉണ്ടാകാനുള്ള ഒരു കാരണമാണ് നോമ്പെടുക്കുക എന്നുള്ളത്. ഒരാൾക്ക് നല്ല ദേഷ്യം വരുന്ന പ്രശ്നമുണ്ടോ, നോമ്പെടുത്താൽ ആ ദേഷ്യത്തിന് കുറവുണ്ടാകും. അവന്റെ ഇച്ഛകളെ നിയന്ത്രിച്ചു കിട്ടാൻ ഉപയോഗപ്രദമായിട്ടുള്ളൊരു കാര്യമാണ് ഭക്ഷണവും പാനീയങ്ങളും കുറക്കുന്നതിലൂടെ നോമ്പ് നോൽക്കുക എന്നുള്ളത്. അത് അല്ലാഹു നിർബന്ധമാക്കിയ നമുക്കുള്ള ഒരു കാരുണ്യമാണ്. സുന്നത്തായത് പ്രോത്സാഹിപ്പിച്ചതും നമ്മോടുള്ള കാരുണ്യമാണ്. എന്നിട്ട് പറയാണ്, വശറഅഹു ബിഖദ്രിൽ മസ്ലഹ, അതിനകത്തുള്ള മസ്ലഹത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നിയമമാക്കി. ബിഹൈസു യൻതഫിഉ ബിഹിൽ അബ്ദു ഫീ ദുനിയാഹു വ ഉഖറാഹു വലാ യദുറുഹു, അതിലൂടെ ആ നോമ്പ് യഥാർത്ഥ രൂപത്തിൽ നോൽക്കുന്നതിലൂടെ ഒരാൾക്ക് ദുനിയാവിലും
പരലോകത്തിലും അതുകൊണ്ടുള്ള ഉപകാരം നേട്ടം നേടിയെടുക്കാൻ സാധിക്കും അവന് ദോഷമില്ലാതെ. യഥാർത്ഥത്തിൽ നോമ്പ് എന്നുള്ളത് എല്ലാ തരത്തിലും നമുക്ക് നമ്മുടെ കൽബിന്, നമ്മുടെ ഈമാനിന്, നമ്മുടെ ശരീരത്തിന് എല്ലാ മേഖലയിലും ഉപകാരമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ കിതാബിൽ പറഞ്ഞപ്പോൾ, ഈ ഭാഗത്ത് പറഞ്ഞു തുടങ്ങിയപ്പോൾ ആദ്യം പറഞ്ഞത് എന്താണ്? അമിതമായ ഭക്ഷണം, അമിതമായ ആളുകളുമായി കൂടിക്കലരൽ, അമിതമായിട്ടുള്ള ഉറക്കം, അതുപോലെ അമിതമായിട്ടുള്ള സംസാരം, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ കൽബിനെ തകർത്ത് കളയുകയും അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ തടസ്സമാവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, അള്ളാഹുവിന്റെ മഹത്തായിട്ടുള്ള റഹ്മത്താണ് നമ്മുടെ മേൽ നോമ്പ് നിർബന്ധമാക്കിയത്. അതിലൂടെ അധിക ഭക്ഷണവും പാനീയങ്ങളും ഒഴിവാവുകയും ഈ ദേഹേച്ഛകളുമായിട്ട് ഇടകലരുന്നത് ഒഴിവാകുകയും കൽബിനെ തുറന്നു കിട്ടുന്ന ഒരു അവസ്ഥയും ഉണ്ടാകും. എന്നിട്ട് പറയാണ്, വശറഅ ലഹുമുൽ ഇഅ്തികാഫ്, അതുപോലെ തന്നെ ഈ ദീനിൽ നിയമമാക്കി പഠിപ്പിച്ചു ഇഅ്തികാഫിനെ. ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്നത് പോലെ മസ്ജിദിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ദിക്ർ ചെയ്ത് ഇബാദത്ത് ചെയ്ത് ആളുകളുമായി കൂടിക്കലരാതെ കഴിഞ്ഞുകൂടുന്നതിന്, ചടഞ്ഞുകൂടി ഇരിക്കുന്നതിനാണ് ഇഅ്തികാഫ് എന്ന് പറയുന്നത്. പറയാണ്, അല്ലദീ മഖ്സൂദുഹു വറൂഹുഹു ഉഖൂഫുൽ ഖൽബി അലല്ലാഹ്. ഇഅ്തികാഫിന്റെ ലക്ഷ്യവും അതിന്റെ ആത്മാവും കൽബിനെ അള്ളാഹുലേക്ക് ഇഅ്തികാഫ് ഇരുത്തലാണ്. ഇഅ്തികാഫിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കൽബിനെ മറ്റുള്ള ചിന്തകളിൽ നിന്നെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കിലേക്ക് ഇരുത്തുന്നത്, അല്ലെങ്കിൽ അള്ളാഹുവിനെ മാത്രം ചിന്തിച്ച് ചടഞ്ഞുകൂടി ഇരിക്കുന്നതിനാണ് ഇഅ്തികാഫ് എന്ന് പറയുന്നത്. വലിൻഖിതാഉ അനിൽ ഖൽഖ്, സൃഷ്ടികളിൽ നിന്ന്, ചിന്തയിൽ നിന്ന് മുറിഞ്ഞു പോകണം. സൃഷ്ടികളുടെ ചിന്തകളിൽ നിന്ന് കൽബിനെ മുറിച്ചു കളയണം. വലിസ്തിഗാലു ബിഹി വഹ്ദഹ്, അള്ളാഹുവിനെ കുറിച്ച് മാത്രമുള്ള ചിന്തയിലായിക്കൊണ്ട് അതിന്റെ തിരക്കുകളിലായിക്കൊണ്ടിരിക്കുന്നതാണ് ഇഅ്തികാഫിന്റെ ലക്ഷ്യവും അതിന്റെ റൂഹും. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മൾ പലരും, ഞാൻ ഉൾപ്പെടെ, നമ്മളെല്ലാ വർഷവും ഇഅ്തികാഫ് ഇരിക്കാൻ ശ്രമിക്കാറുണ്ട്, അധിക സമയത്തും സാധിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു ലക്ഷ്യം നേടിയെടുക്കാനും അല്ലെങ്കിൽ അല്ലാഹു തആല ലക്ഷ്യമായിട്ടുള്ള ഈ ഉദ്ദേശം കണ്ടെത്താനും നമുക്ക് സാധിച്ചിട്ടുണ്ടോ ഇല്ലയോ നമ്മൾ നമ്മോട് ചോദിക്കേണ്ടതാണ്. എന്നിട്ട് പറയാണ്, ഫയസീറു ഉൻസുഹു ബില്ലാഹ് ബദലൻ അൻ ഉൻസിഹി ബിൽ ഖൽഖ്. അവന്റെ ഉൻസ് എന്ന് പറഞ്ഞാൽ അവൻ ഒറ്റക്കാകുന്ന, വേറെ ഒരു എന്താ പറയാ, വളരെയധികം അടുത്ത ബന്ധം, ഒറ്റക്കാകുന്ന അവസ്ഥയാണ് ഉൻസ് എന്ന് പറയാം. അപ്പോ സൃഷ്ടികളിൽ നിന്ന് മാറി അള്ളാഹുവിലേക്ക് മാത്രമായി അവൻ ഒറ്റപ്പെടുന്ന അവസ്ഥ അവനുണ്ടാകുന്നു. ഫയഉദ്ദുഹു ബിദാലിക ലിഉൻസിഹി ബിഹി യൗമൽ വഹ്ശതി ഫിൽ ഖബ്ർ. അങ്ങനെ ഇഅ്തികാഫ് ഇരിക്കുന്ന ഒരാൾക്ക് ആ ഇഅ്തികാഫിന് അവൻ ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ നാളെ ഖബറിൽ ഒറ്റയ്ക്ക് കിടക്കുന്ന ഏകാന്തതയിൽ അള്ളാഹുമായിട്ട് അടുക്കുന്നതിനുള്ള ഒരു ഒരുക്കമാണ് ഇഅ്തികാഫിൽ ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കും. ഖബറിൽ ആരെങ്കിലും ഉണ്ടാവുമോ? നമ്മുടെ മാതാപിതാക്കളോ സുഹൃത്തുക്കളോ മക്കളോ നമ്മുടെ കച്ചവടമോ നമ്മുടെ ജോലിയോ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഒറ്റക്കായിരിക്കും. അങ്ങനെ ഇഅ്തികാഫിൽ ആ രീതിയിൽ ഒറ്റയ്ക്കിരുന്ന് അള്ളാഹുവിൽ മാത്രം ചിന്തയായി മുഴുകുമ്പോൾ, അതവന്റെ ഖബറിൽ കിടക്കുമ്പോൾ അതിനുള്ള ഒരു ഒരുക്കമാണ് ഈ കിടത്തം എന്ന്, അല്ലെങ്കിൽ ഈ ഇഅ്തികാഫ് എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. പല ആളുകൾക്കും നമ്മുടെ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ഹോസ്പിറ്റലുകളിലെല്ലാം ആളുകളുടെ തിരക്കുണ്ട്. അവരെല്ലാം അതിന് ക്യൂ നിൽക്കുന്നുണ്ട്. കാരണം എന്താ? അവരുടെ ശരീരത്തിന് രോഗം ബാധിച്ച് ചികിത്സിക്കാൻ വേണ്ടി. പക്ഷെ ആർക്കും ഇതിനെ കുറിച്ച് ചിന്തയല്ല. അവരുടെ കൽബിന്റെ അവസ്ഥ എന്താണ്? കൽബിന്റെ അഥവാ ഹൃദയത്തിന്റെ ഡോക്ടറെ കാണിക്കണം എന്നല്ല, ദീനിയായിട്ടുള്ള അവരുടെ കൽബിന്റെ അവസ്ഥ എന്താണ് എന്നതിനെ കുറിച്ച് ആർക്കും ഒരു ചിന്തയില്ലാത്തത് വലിയ അപകടമാണ് എന്ന് മനസ്സിലാക്കണം. അമിതമായിട്ടുള്ള ഈ പറഞ്ഞ കാര്യങ്ങൾ അധികരിച്ചിട്ടുള്ള, അതായത് മനുഷ്യന് ആവശ്യമാണ്, അവന് ഭക്ഷണം ആവശ്യമായിരിക്കും, സൃഷ്ടികളായിട്ട് ഇടപഴകേണ്ട ഒരു ആവശ്യമുണ്ടാകും, സംസാരത്തിനൊരാവശ്യമുണ്ടാകും, ഉറക്കത്തിനൊരാവശ്യം ഉണ്ടാകും. ആവശ്യം അതവനെ വേണം. അതിനപ്പുറത്തേക്ക് അധികരിച്ചിട്ടുള്ളത് അവന്റെ കൽബിനെ നശിപ്പിച്ചു കളയുന്ന, കൽബിന് കസ്വത്ത് ബാധിക്കുന്ന, അതിനെ തകർത്ത് കളയുന്ന കാര്യമായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ നോമ്പ് ഒന്നാമത് പറഞ്ഞ കാര്യത്തിന് ഉപകാരപ്പെട്ടു. ഇനി ഇഅ്തികാഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. വലമ്മാ കാന ഹാദൽ മഖ്സൂദ് ഇന്നമാ യതിമ്മു മഅ സൗം. ഇഅ്തികാഫിനെ പറ്റി പറഞ്ഞിട്ട് പറയാണ്, ഈ ലക്ഷ്യം, ഇഅ്തികാഫ് കൊണ്ട് ലക്ഷ്യം എന്താ?
മറ്റുള്ള ചിന്തകളിൽ നിന്നൊക്കെ മുഴുകി അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ചിന്തയായിക്കൊണ്ട് ദിക്റിലായിക്കൊണ്ട് ഇബാദത്തിലായിക്കൊണ്ട് ഇരിക്കുക എന്നുള്ളത്. ആ ലക്ഷ്യം പൂർത്തീകരിക്കണമെങ്കിൽ അത് നോമ്പിനോട് കൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം ഭക്ഷണവും പാനീയങ്ങളും ഒഴിവാകുമ്പോഴാണ് മറ്റുള്ള ഇഅ്തികാഫിന്റെ ആ പരിപൂർണതയിൽ അത് എത്തുകയുള്ളൂ. ശുരിഅൽ ഇഅ്തികാഫു ഫീ അഫ്ളലി അയ്യാമിസ് സൗം, അതുകൊണ്ട് തന്നെ ഇഅ്തികാഫിനെ നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത് നോമ്പിന്റെ ഏറ്റവും അഫ്ളലായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ദിവസങ്ങളിലാണ്. വഹുവൽ അശ്റുൽ അഖീർ മിൻ റമളാൻ, അതേതാണ്? റമളാനിലെ അവസാനത്തെ 10 ദിവസങ്ങളിലാണ് അത് നിയമമാക്കപ്പെട്ടിട്ടുള്ളത്. വലം യദ്കുരില്ലാഹു സുബ്ഹാനഹു അൽ ഇഅ്തികാഫ ഇല്ലാ മഅസ് സൗം, നോമ്പിനോടൊപ്പമല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഅ്തികാഫിനെ പരാമർശിച്ചിട്ടില്ല എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്. ഖുർആൻ നോക്കിയാൽ നമുക്ക് കാണാം അല്ലാഹു തആല ഇഅ്തികാഫിനെ പറ്റി പറയുന്നത് നോമ്പുകാർക്ക് അവരുടെ രാത്രികളിൽ അവരുടെ ഭാര്യയുമായിട്ടുള്ള ശാരീരബന്ധം അത് അനുവദനീയമാണ് എന്ന് പറഞ്ഞതിന്റെ അവസാനത്തിലാണ് അള്ളാഹു പറയുന്നത് വലാ തുബാശിറൂഹുൻ വഅൻതും ആകിഫൂന ഫിൽ മസാജിദ്, മസ്ജിദുകളിൽ നിങ്ങൾ ഇഅ്തികാഫ് ഇരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുമായിട്ടുള്ള ഈ ശാരീരിക ബന്ധം പാടില്ല എന്ന നിലക്ക് പറഞ്ഞിട്ടുള്ളത് നോമ്പിനെ പറ്റി പരാമർശിച്ചിട്ടാണ്. അപ്പൊ നോമ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇഅ്തികാഫിനെ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ് വലാ ഫഅലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ മഅസ് സൗം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് എന്നുള്ളത് നോമ്പിനോടൊപ്പം ചേർന്നുകൊണ്ടല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോറ്റിട്ടില്ല, അതായത് ചെയ്തിട്ടില്ല. നോമ്പെടുത്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഅ്തികാഫ് ചെയ്തിട്ടുള്ളൂ എന്നുള്ളത്. ഇത് ഉലമാക്കൾക്കിടയിലുള്ള ഒരു ചർച്ചയാണ്. അതായത് ഇഅ്തികാഫ് ഇരിക്കാൻ നോമ്പ് ഷർത്താണോ അല്ലയോ എന്നുള്ള ചർച്ച. എന്നാൽ മറ്റു ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരു ചെയ്ത ജാഹിലിയ കാലത്ത് ചെയ്തൊരു നേർച്ചയാണ് മസ്ജിദുൽ ഹറാമിൽ ഉമർ റളിയല്ലാഹു അൻഹു രാത്രിയിൽ ഇഅ്തികാഫ് ഇരിക്കാം എന്നുള്ളത്. ഇസ്ലാമിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കേണ്ടായിട്ടുണ്ട്, ഞാൻ ആ നേർച്ച പൂർത്തീകരിക്കണമോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർത്തീകരിക്കാൻ പറയുകയുണ്ടായി. തീർച്ചയായിട്ടും രാത്രി ഒരാൾക്ക് നോമ്പുണ്ടാവില്ല, നോമ്പിന്റെ സമയമല്ല. അതുകൊണ്ട് തന്നെ നോമ്പില്ലാതെയും ഇഅ്തികാഫ് ഇരിക്കൽ അനുവദനീയമാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഅ്തികാഫ് ഇരുന്നത് നോമ്പുകാരനായിട്ടാണ്. വഅമ്മൽ കലാമു, അപ്പോ ഒന്നാമത്തെ കാര്യം പറഞ്ഞ എന്താ? ഭക്ഷണമാണ്. ഭക്ഷണവും പാനീയങ്ങളും അത് ഒഴിവാക്കാനുള്ള മാർഗം എന്താണ്? നോമ്പാണ് പറഞ്ഞു. രണ്ടാമത്തേത് ആളുകളുമായിട്ട് കൂടിക്കലരുന്ന കാര്യം പറഞ്ഞു, അതിനെന്ത് പറഞ്ഞു? ഇഅ്തികാഫ് പറഞ്ഞു. മൂന്നാമത്തേത് സംസാരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്, സംസാരം. വഅമ്മൽ കലാമു, സംസാരത്തിന്റെ വിഷയത്തിൽ ഫഇന്നഹു ശുരിഅ ലിൽ ഉമ്മത്തി ഹബ്സുൽ ലിസാനി അൻ കുല്ലി മാ ലാ യൻഫഉ ഫിൽ ആഖിറ, ശർഇൽ വിരോധിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ശർഇൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് നാവിനെ പിടിച്ചു വെക്കണം. ഏത് വിഷയത്തിൽ? അൻ കുല്ലി മാ ലാ യൻഫഉ ഫിൽ ആഖിറ, പരലോകത്തേക്ക് ഉപകരിക്കാത്ത, ദുനിയവിയായ സംസാരമാണെങ്കിലും പരലോകത്തേക്ക് നേട്ടമില്ലാത്ത, പരലോകത്തേക്ക് നഷ്ടമുണ്ടാക്കുന്ന സംസാരങ്ങൾ സംസാരിക്കരുത് എന്നുള്ളത് ദീനിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. എത്ര ഹദീസുകൾ, പല ആയത്തുകളുടെയും വിശദീകരണങ്ങൾ നാവിന്റെ സംസാരവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അത് മാത്രം ക്രോഡീകരിച്ച കിതാബുകളുണ്ട്, അല്ലെങ്കിൽ ആ വിഷയത്തിലുള്ള ദർസുകളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ നാവിന്റെ സംസാരത്തെ പൊതുവായി തന്നെ ദീൻ എന്തായിട്ടുള്ളതാണ്? കുറക്കാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോ മനുഷ്യന്റെ ഖൽബിനെ അള്ളാഹുലേക്കുള്ള യാത്രയിൽ അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരുക്കുന്നതിൽ നിന്ന് തെറ്റിക്കുന്ന കാര്യങ്ങളായിട്ടുള്ള അമിതമായ ഭക്ഷണത്തിനും അതുപോലെ തന്നെ പാനീയങ്ങൾക്കും നോമ്പുണ്ട് അവിടെ. ആളുകളുമായി കൂടിക്കലരുന്നതിന് ഇഅ്തികാഫ് ഉണ്ട് അവിടെ. അതുപോലെ തന്നെ അമിതമായ സംസാരത്തിന് ദീനിന്റെ പൊതുവായി തന്നെ നിയമമാക്കപ്പെട്ട കാര്യങ്ങൾ, സംസാരം ആവശ്യമില്ലാതെ സംസാരിക്കരുത്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറ ഔ ലിയസ്മുത്, അങ്ങനെ ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. അടുത്തത് എന്താണ്? അമിതമായ ഉറക്കാണ് പറഞ്ഞത്, അമിതമായിട്ടുള്ള ഉറക്കം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ് വഅമ്മാ ഫുദൂലുൽ മനാം, അധികരിച്ച ഉറക്കം എന്നുള്ളത്, അതായത് ഒരു മനുഷ്യന് ഉറക്കം ആവശ്യം ഉണ്ടാകും. അത് അവന്റെ ജോലി, അവന്റെ വർക്ക്, അതായത് അവൻ എത്രത്തോളം പണിയെടുക്കുന്നുണ്ട്, അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടിട്ട് അവന് വിശ്രമം ആവശ്യമായിരിക്കും. അവനൊരു വിശ്രമം ആവശ്യമാണ്, അതിനെപ്പറ്റി പറയാം. പക്ഷെ അതിനപ്പുറത്തേക്കുള്ള കാര്യത്തെ പറ്റി പറയണം. അതിനപ്പുറത്തേക്ക് ഒരാൾ ഉറങ്ങുക, അതിനെ പറ്റി. വഅമ്മാ ഫുദൂലുൽ മനാം ഫഇന്നഹു ശുരിഅ ലഹും മിൻ ഖിയാമിൽ ലൈൽ,
ആ അമിതമായ ഉറക്കം ഇല്ലാതാക്കാൻ വേണ്ടി ശറഇൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് രാത്രി നിസ്കാരം എന്നുള്ളത്, രാത്രി നിസ്കരിക്കുക എന്നുള്ളത്. മാ ഹുവ മിൻ അഫ്ളലി സഹരി വഅഹ്മദിഹി ആഖിബതൻ, അതിലെന്തുണ്ട്? ഏറ്റവും അഫ്ളലായിട്ടുള്ള, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഉറക്കമൊഴിക്കലുണ്ട്. ഇപ്പൊ ഇന്ന് കാലത്ത് പല ആളുകളും ഉറക്കം ഒഴിക്കുന്നതിൽ അഥവാ ഉറങ്ങാതിരിക്കുന്നതിൽ അതൊരു എന്താ പറയാ, അതൊരു ആ ഒരു രീതിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പല വിദേശ നാടുകളിലും അത് പണ്ടേ ഉള്ള ഒരു ശീലം നമ്മുടെ നാടുകളിലൊക്കെ ഒന്ന് ധാരാളം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഉറക്കമൊഴിക്കുന്ന പല ആളുകൾ പലതിനും വേണ്ടി ഉറക്കമൊഴിക്കും, പല കാര്യങ്ങൾക്ക് വേണ്ടി ഉറക്കമൊഴിക്കും. ചിലപ്പോൾ ചില ആളുകൾ പാപം ചെയ്യാൻ വേണ്ടി ഉറക്കമൊഴിക്കും, ചില ആളുകൾ അതല്ലാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉറക്കമൊഴിക്കും, അല്ലെങ്കിൽ വെറുതെ അനാവശ്യമായിട്ട് ഉറക്കമൊഴിക്കും. എന്നാൽ രാത്രി നിസ്കാരത്തിന് വേണ്ടി ഉറക്കമൊഴിക്കുക എന്നുള്ളത് അഫ്ളലു സഹറാണ്, അഥവാ ഉറക്കമൊഴിക്കുന്നതിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ള കാര്യമാണ്. വഅഹ്മദിഹി മിൻ അഫ്ളലി സഹർ വഅഹ്മദിഹി ആഖിബതൻ, ഏറ്റവും നല്ല അവസാനമുണ്ടാകുന്ന, പര്യവസാനമുണ്ടാകുന്ന സ്തുത്യർഹമായിട്ടുള്ള സ്ഥാനം കിട്ടുന്ന കാര്യമാണ് രാത്രി നിസ്കാരം എന്നുള്ളത്. എന്നിട്ട് പറയാണ് വഹുവ സഹറുൽ മുതവസ്സിതു, അത് മധ്യമമായിട്ടുള്ള ഒരു ഉറക്കൊഴിക്കലാണ്. ഒരാൾ രാത്രി മുഴുവൻ ഉറക്കൊഴിച്ച് നിസ്കരിക്കുക, ദീൻ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. എല്ലാ ദിവസവും ഉറങ്ങാതെ നിസ്കരിച്ചുകൊണ്ടേയിരിക്കുക, ദീൻ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ ഒരാൾ തീരെ നിസ്കരിക്കാതെ, രാത്രി നിസ്കരിക്കാതെ എന്നും ഉറങ്ങിക്കൊണ്ടേ ഇരിക്കുക, അതും ദീന് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. എന്ന് പറയാണ് ആ ഉറക്കമൊഴിക്കുക എന്നുള്ളത് ആ ഒരു മനുഷ്യന് ആവശ്യമായിട്ടുള്ള ഉറക്കത്തിന് ശേഷമാണ്. അത് അവന്റെ കൽബിനും അവന്റെ ശരീരത്തിനും ഉപകാരമുണ്ടാക്കുന്ന കാര്യമാണ്. ഒരു നിലക്കും അതുകൊണ്ട് മസ്ലഹത്തല്ല, അതൊന്നും അവനുണ്ടാകാൻ പോകുന്നില്ല. അതായത് രാത്രി നിസ്കാരത്തിന്റെ ഫദ്ലുകൾ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നിടത്ത്, ത്വബീബുമാർ ചർച്ച ചെയ്യുന്നിടത്ത്, ഇപ്പൊ തിബ്ബുൻ നബവി ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാഹി തന്നെ സാദുൽ മആദിന്റെ ഒരു ബാബാണ് തിബ്ബുൻ നബവി എന്നുള്ളത്. അതിലൊക്കെ രാത്രി നിസ്കാരത്തിന്റെ ഫദ്ല് ഈമാനികമായിട്ട് പറയേണ്ട ആവശ്യമില്ല. ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം ഒരാൾക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ, അള്ളാഹു അവനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അവന് ബോധ്യപ്പെടാനുള്ള ഒരു തൗഫീഖാണ് അവന് സ്ഥിരമായി രാത്രി നിസ്കരിക്കാൻ സാധിക്കുക എന്നുള്ളത്. അള്ളാഹു തആല ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അള്ളാഹുവിനെ ഓർക്കുന്ന, അള്ളാഹുവിനോട് ചോദിക്കുന്ന, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന, അള്ളാഹുവിന് മുമ്പിൽ നിന്ന് നിസ്കരിക്കുന്ന ഒരാളാകാൻ സാധിക്കുക എന്നുള്ളത്, അതിൽ സ്ഥിരത കിട്ടുക എന്നുള്ളത് അള്ളാഹു അവനെ ഇഷ്ടപ്പെടുന്നു എന്നതിന്റെ ഒരു അടയാളമായി. അല്ലാത്തവർക്ക് തൗഫീഖ് കിട്ടൂല. പകലിൽ അള്ളാഹുവിനെ അനുസരിക്കുന്ന ആളുകൾക്കല്ലാതെ രാത്രിയിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ തൗഫീഖ് ലഭിക്കില്ല. ഏത് നിലക്കും വലിയൊരു തൗഫീഖാണ്. അള്ളാഹു നൽകപ്പെട്ടവർക്ക് അവർ ഏറ്റവും അധികം നന്ദി കാണിക്കേണ്ട വലിയൊരു തൗഫീഖാണ്. ഇവിടെ പറയാണ് ആ നിലക്ക് ഉറക്കമൊഴിക്കുന്നത് കൽബിന് ഏറ്റവും ഒരു നമ്മൾ ജീവിതത്തിലൊക്കെ നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവും. രാത്രി നിസ്കരിച്ച ഒരു ദിവസവും രാത്രി നിസ്കരിക്കാത്തൊരു ദിവസവും നമ്മുടെ കൽബിന്റെ അവസ്ഥ തന്നെ മാറും. കൽബിന് ഏറ്റവും റാഹത്തും സമാധാനവും ഭാരം കുറഞ്ഞ അവസ്ഥയിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അപ്പോ പിന്നെ പറയാണ് കൽബിനുള്ള ഗുണങ്ങളുണ്ട്, ശരീരത്തിന് ഗുണങ്ങളുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹി തന്നെ പറയുന്നുണ്ട് സാദുൽ മആദിൽ, പല ശരീരത്തിന്റെ രോഗങ്ങൾക്കും ഒരു ശിഫ ആണ് രാത്രി നിസ്കാരമെന്ന്. ആ നിയ്യത്തിൽ നിസ്കരിക്കണം എന്നല്ല പറഞ്ഞത്, പക്ഷെ രാത്രി നിസ്കരിക്കുന്ന ആളുകൾക്ക് കൽബിന് ലഭിക്കുന്നത് പോലെ തന്നെ ശരീരത്തിനും പല ഗുണങ്ങളും നേട്ടങ്ങളും ലഭിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോ അമിതമായ ഉറക്കത്തിന് ഇതും കാര്യമായി. എന്ത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹി പറയാണ്, അർബാബു റിയാദാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വസ്സുലൂക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി മനസ്സിനെ ഒരുക്കുന്ന ആളുകൾ, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ, അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ സ്വയം ഒരുങ്ങിയിട്ടും മറ്റുള്ളവരെയും പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളുടെ സംസാരത്തിന്റെ അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യത്തിന്റെ, അവരുടെ ഉദ്ദേശത്തിന്റെ, അവരുടെ പ്രവർത്തനത്തിന്റെ ആകത്തുക എന്ന് പറയുന്നത് അലാ ഹാദിഹിൽ അർക്കാനിൽ അർബഅ, ഈ പറഞ്ഞ 4 കാര്യത്തിന്റെ മേലെയാണ്. എന്താ ഈ 4 കാര്യം? അമിതമായ ഉറക്കം ഒഴിവാക്കുന്ന രാത്രി നിസ്കാരം, അമിതമായ ഭക്ഷണവും പാനീയങ്ങളും ഒഴിവാക്കുന്ന നോമ്പ്, അതുപോലെ തന്നെ നാവിനെ പിടിച്ചു വെച്ചുകൊണ്ട് അനാവശ്യമായിട്ടുള്ള അമിതമായ സംസാരങ്ങളെ പിടിച്ചു നിർത്തുക, അതുപോലെ അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ മസ്ജിദുകളിലെല്ലാം മാറി നിന്നുകൊണ്ട് ആളുകളുമായി അമിതമായിട്ട്, ഇതൊക്കെ അമിതമാണ് എന്നാട്ട വാക്ക്, അമിതമായിട്ട് അനാവശ്യമായിട്ട് ആളുകളോട് കൂടിക്കലരാതെ അള്ളാഹുവിന്റെ ദിക്റിൽ മുഴുകുന്ന ആളുകൾ,
ഈ 4 കാര്യങ്ങൾ ഒരാൾക്ക് എങ്ങനെയാണോ നേരാവണ്ണം കൊണ്ടുപോകാൻ സാധിക്കുന്നത്, തീർച്ച അവൻ ദുനിയാവിലെ സ്വർഗത്തിലായിരിക്കും. ഈ 4 കാര്യങ്ങൾ, കാരണം കൽബിനെ തെറ്റിച്ച് കളയുന്ന 4 കാര്യങ്ങൾക്കുള്ള പരിഹാരമാണ് എന്ത്? ഈ പറഞ്ഞിട്ട് 4 കാര്യങ്ങൾ. അപ്പോൾ കൽബ് ചിന്നിച്ചിതറി പോകുന്ന ആളുകൾ മനസ്സിലാക്കണം, ഈ 4 കാര്യം കൊണ്ടായിരിക്കും അത് സംഭവിച്ചിട്ടുണ്ടാവുക. ഒരു പാപത്തിലേക്ക് എത്തിപ്പെടുന്നതും ഈ 4 കാര്യം കൊണ്ടായിരിക്കും. ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സ്വയം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. നമ്മൾ കുറേ കാലം ഭക്ഷണം അധികരിച്ച് കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പാപങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മുടെ ഉറക്കം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ കൽബിന് കസ്വത്ത് ബാധിക്കും, ദിക്ർ കുറയും, ഇബാദത്ത് കുറയും, മടി വരും, തെറ്റുകളിലേക്ക് പോകും. സംസാരം കൂടി പോയി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ദിക്ർ മറക്കും, കളിയും തമാശയുമായിട്ട് ഗഫലത്തിലായിട്ട് പാപത്തിൽ ചെന്ന് വീഴും. ആളുകളുമായിട്ട് കൂടിക്കലർന്ന ഗീബത്തും നമീമത്തും ഹറാമുകളും കേൾക്കുകയും കാണുകയും അങ്ങനെ ഓരോന്നായി തെറ്റി വീണ്ടും അതുപോലെയുള്ള അവസ്ഥയിലെത്തും. അപ്പോൾ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് കൽബിനെ ഒരുക്കാൻ അതിനുള്ള പരിഹാരം ഈ 4 കാര്യങ്ങളാണ്. അങ്ങനെ ചെയ്യുന്ന ആളുകളുടെ അവരുടെ പ്രധാനപ്പെട്ട വിഷയവും ചർച്ചാ വിഷയവും ഈ 4 കാര്യങ്ങളിലാണ് അവർ ശ്രദ്ധ കൊടുക്കാറുള്ളത്. എന്നിട്ട് പറയാണ് വഅസ്അദുഹും ബിഹാ മൻ സലക ഫീഹാ അൽ മിൻഹാജ് അൽ മുഹമ്മദിയ്യ. അതിൽ ഏറ്റവും സൗഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ ഈ വിഷയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, മിൻഹാജ് അൽ മുഹമ്മദിയ്യ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം ആരാണോ പിന്തുടരുന്നത് അവനാണ് അതിൽ വിജയി. എങ്ങനെയാണത്? ഫലം യൻഹരിഫ് ഇൻഹിറാഫൽ ഗാലീൻ, ഗുലൂവ് കാണിച്ച് പരിധി വിട്ടു പോകുന്ന അവസ്ഥയുണ്ടാകില്ല. വലാ ഖസ്സറ തഖ്സീറൽ മുഫർരിതീൻ, കുറവ് തന്നിട്ട് വീഴ്ച വന്നിട്ട് നഷ്ടപ്പെടുത്തുന്ന അലംഭാവം കാണിക്കുന്ന അവസ്ഥയുണ്ടാവില്ല. വിദഗ്ധമായിക്കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം അവർ ജീവിതത്തിൽ കൊണ്ടു നടക്കും. എന്നിട്ട് പറയാണ് വഖദ് ദക്കർനാ ഹദിയഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സിയാമിഹി വഖിയാമിഹി വകലാമിഹി. ഈ പറഞ്ഞ 4 അർക്കാനുകൾ അഥവാ അള്ളാഹുലേക്ക് കൽബിനെ ഒരുക്കാൻ ആവശ്യമായിട്ട് 4 കാര്യങ്ങളിൽ നോമ്പുമായി ബന്ധപ്പെട്ടത് മുമ്പ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഖിയാമുമായി ബന്ധപ്പെട്ട് രാത്രിസ്കാരവുമായി ബന്ധപ്പെട്ട് നിസ്കാരത്തിന്റെ ബാബിൽ നമ്മൾ പറഞ്ഞു. കലാമുമായി ബന്ധപ്പെട്ടത് സംസാരവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ചില ഭാഗങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്. എന്ന് പറയാണ് ഫൽനദ്കുർ ഹദിയഹു ഫി ഇഅ്തികാഫിഹി. ഇനി നമ്മളിതാ ഓർമ്മപ്പെടുത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ഇഅ്തികാഫ് ചെയ്തത്, അതിന്റെ രീതി എങ്ങനെയായിരുന്നു, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അതിന്റെ മസായിലുകൾ, ഇഅ്തികാഫിന്റെ മസായിലുകളെ പറ്റി പറയുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ആരാഗ്രഹിക്കാത്ത, എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന കാര്യം എന്താ? സമാധാനം, റാഹത്ത്, ഒരു ബുദ്ധിമുട്ടില്ലാത്ത, ടെൻഷൻ ഇല്ലാത്ത അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അത് ലഭിക്കണമെങ്കിൽ ഈ കാര്യങ്ങൾ പരിശീലിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് അള്ളാഹുവിലേക്കുള്ള യാത്ര വേഗത്തിൽ ചെയ്യാൻ സാധിക്കുന്ന, എത്തിപ്പെടാൻ സാധിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ എത്തും. എന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഇഅ്തികാഫുമായി ബന്ധപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയും അതുമായി ബന്ധപ്പെട്ട ചില മസായിലുകളുമാണ് പറയുന്നത്. വളരെ ചുരുങ്ങിയ രീതിയിലാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നു കാന സല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്തകിഫുൽ അശ്റൽ അവാഖിറ മിൻ റമളാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നത് റമളാനിന്റെ അവസാനത്തെ 10-ലാണ്. ഹത്താ തവഫാഹു അല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മരിപ്പിക്കുന്നവരെ അഥവാ റൂഹിനെ പിടിക്കുന്നത് വരെ. വതറകഹു മറത്തൻ, ഒരു തവണ അവിടുത്തെ ജീവിതത്തിൽ അത് ഒഴിവാക്കിയിട്ടുണ്ട്. തുടങ്ങിയിട്ട് ഇഅ്തികാഫ് ഇരിക്കാൻ തുടങ്ങിയിട്ട് അത് നിയമമാക്കി പഠിപ്പിച്ചു തന്നിട്ട് 1 വർഷത്തെ ഒഴിവാക്കിയിട്ടുണ്ട്. ഫഖവാഹു ഫി ശവ്വാൽ, ആ ഒഴിവാക്കിയത് ഷവ്വാലിലെ ആദ്യത്തെ 10-ൽ ഇഅ്തികാഫ് ഇരുന്നുകൊണ്ട് അതിനെ ഖളാ വീട്ടുകയും ചെയ്തിട്ടുണ്ട്. വഅതഖഫ മറത്തൻ ഫിൽ അശ്റിൽ അവ്വൽ, ഒരു സമയത്ത് 1 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിന്റെ ആദ്യത്തെ 10-ലാണ് ഇഅ്തികാഫ് ഇരുന്നത്. സുമ്മൽ ഔസത്ത്, പിന്നെ 1 വർഷം നടുവിലുള്ള 10 ദിവസത്തിലാണ്. സുമ്മൽ അശ്റിൽ അവാഖിർ, പിന്നെ അവസാനത്തെ 10 ദിവസത്തിലാണ്. യൽതമിസു ലൈലത്തുൽ ഖദ്ർ, എന്തിനാണ് അങ്ങനെ ചെയ്തത്? ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചുകൊണ്ട്. റമളാനിൽ എല്ലാ ദിവസത്തിലും ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കണം എന്നുള്ള നിലക്കുണ്ട്. അതിൽ അവസാനത്തെ 10 ആയപ്പോൾ കൂടുതൽ പ്രതീക്ഷിച്ചുകൊണ്ട് അവസാനത്തെ 10-ലിരുന്നു. സുമ്മ തബയ്യന ലഹു അന്നഹാ ഫിൽ അശ്റിൽ അവാഖിർ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വ്യക്തമാക്കപ്പെട്ടു ആ
ലൈലത്തുൽ ഖദർ എന്നുള്ളത് അവസാനത്തെ 10-ലാണ് എന്ന് വ്യക്തമാക്കപ്പെട്ടപ്പോൾ ഫദാവമ അലൽ ഇഅ്തികാഫ് ഹത്താ ലഹിഖ ബിറബ്ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ റബ്ബിലേക്ക് ചേരുന്നത് വരെ അഥവാ മരണപ്പെട്ടു പോകുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഇഅ്തികാഫ് അവസാനത്തെ 10-ലായിക്കൊണ്ട് തുടർച്ചയായി ചെയ്തു വന്നു. വകാന യഅ്മുറു ബിഖിബാഇൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഅ്തികാഫ് ഇരിക്കുമ്പോൾ ഖിബാഇന് വേണ്ടി കൽപ്പിക്കുമായിരുന്നു. ഖിബാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂടാരം കെട്ടാൻ വേണ്ടി കൽപ്പിക്കുമായിരുന്നു. ഒരു ടെന്റ് കെട്ടാൻ, ചെറിയൊരു ടെന്റ് മസ്ജിദിൽ കെട്ടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുണ്ടായിരുന്നു. ഫയുദ്റബു ലഹു ഫിൽ മസ്ജിദി യഖ്ലു ഫീഹി ലിറബ്ബിഹി അസ്സ വജൽ. അങ്ങനെ മസ്ജിദിന്റെ ഒരു ഭാഗത്ത് ഇതുപോലെയുള്ള ഒരു കൂടാരം കെട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനകത്ത് തന്റെ റബ്ബുമായിട്ട് ഒറ്റക്കാകുന്ന ഒരു ഖുൽവത്ത് അനുഭവിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അതായത് അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അൽ ഖുൽവത്ത് എന്നുള്ളത്. ഇത് ഒരിക്കലും എന്താണ് ഒരു പരിധി വിട്ട് ചെയ്യേണ്ട ഒരു കാര്യമായിട്ടല്ല. എന്നാൽ ഇടക്കൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് അള്ളാഹുവിനെ ഓർക്കാനുള്ള ഒരു സമയം കണ്ടെത്തണം. ജീവിതത്തിൽ അത് നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കണം. പല സ്വഹാബികളിൽ നിന്നും അതുപോലെ തന്നെ സലഫുകളിൽ നിന്നെല്ലാം ഇത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അവർക്ക് കുറച്ച് സമയമെങ്കിലും അവർ അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി മാറി നിൽക്കുന്ന ഒരു അവസ്ഥ അവർക്കുണ്ടാവും. ഖുൽവത്ത് ഇഹ്സാനിന്റെ ഉന്നത പദവിയാണത്. അതായത് ദീനിന്റെ മർത്തബകൾ 3 ഒന്നെന്താണ്? ഇസ്ലാം, 2 ഈമാൻ, 3 ഇഹ്സാൻ. ആ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താ? അൻ തഅബ്ദുല്ലാഹ് കഅന്നക തറാ ഫഇൻ ലം തകുൻ തറാ ഫഇന്നഹു യറാക്. നീ അല്ലാഹുവിനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യുക. നിനക്ക് അല്ലാഹുവിനെ കാണാൻ സാധിക്കില്ല, പക്ഷെ അല്ലാഹു നിന്നെ കാണുന്നുണ്ട് എന്നുള്ള ബോധത്തിൽ നീ ഇബാദത്ത് ചെയ്യലാണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ. ആ ഇഹ്സാൻ 3 മർത്തബകളായിട്ടുണ്ട് എന്നാണ്. ഇഹ്സാനിനകത്ത് 3 അവസ്ഥകളുണ്ട് എന്നാണ്. ഏറ്റവും കുറഞ്ഞത് മുറാഖബത്താണ്. അള്ളാഹു കാണുന്നുണ്ട് എന്ന നിലക്ക് പാപങ്ങളൊക്കെ ഒഴിവാക്കാൻ നിൽക്കുന്ന അവസ്ഥ. അതിന് തൊട്ടുമേലെയുള്ളത് ഹയാ ആണ്. അള്ളാഹു കാണുന്നുണ്ട്, അറിയുന്നുണ്ട് എന്ന നിലക്ക് പാപമൊന്നാവൂല, എന്നാലും മാന്യതയ്ക്ക് നിരക്കുന്ന കാര്യങ്ങൾ ഒറ്റക്കാണെങ്കിലും ചെയ്യാതിരിക്കുക എന്നുള്ളത്. അതിൽ ഏറ്റവും മുകളിലുള്ളതാണ് അൽ ഉൻസു ബില്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് ഏറ്റവും കൽബിനെ അടുപ്പിച്ചു കൊണ്ടുള്ള അള്ളാഹുവിനെ ചിന്തയിൽ മാത്രമായിക്കൊണ്ട് അവന്റെ സംസാരവും ഇരുത്തവും കിടത്തവും ഉറക്കവും എഴുന്നേൽക്കലും അവന്റെ ഇഷ്ടവും അവന്റെ വെറുപ്പും അവനെന്തെങ്കിലും പ്രവർത്തിച്ചാലും എല്ലാം അള്ളാഹുവിന് വേണ്ടിയാകുന്ന ഒരവസ്ഥ. അപ്പൊ അങ്ങനെ അള്ളാഹുവിന് മാത്രമായി ഒറ്റക്കായിരിക്കാൻ വേണ്ടിയാണ് മസ്ജിദിനകത്ത്, മസ്ജിദ് തന്നെ എന്താണ്? അള്ളാഹുവിന്റെ ഭവനാണ്, അള്ളാഹുവിനെ ഓർക്കാനുള്ള ഭവനാണ്. അവിടെ കച്ചവടം ചെയ്യാനുള്ളതോ കച്ചവടം സംസാരിക്കാനുള്ളതോ കാണാതെ ഒരു സാധനം കിട്ടിയിട്ടില്ല എന്ന് വിളിച്ചു പറയാനുള്ളതോ അതിനുള്ളൊരു സ്ഥലമല്ല മസ്ജിദ് എന്നുള്ളത്. മസ്ജിദ് അള്ളാഹുവിനെ ദിക്ർ ചെയ്യാനും ഖുർആൻ പാരായണത്തിനും ഇബാദത്തിനുള്ള സ്ഥലമാണ്. അതിനകത്ത് മറ്റുള്ള ആളുകളിൽ നിന്നെല്ലാം കാണാതെ മാറി നിന്ന് ഒരു ചെറിയ കൂടാരത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കാറുണ്ടായിരുന്നത്. وكان إذا أراد الاعتكاف صلى الفجر ثم دخله. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഅ്തികാഫ് ഉദ്ദേശിക്കുകയാണ് എങ്കിൽ പിന്നെ ഇഅ്തികാഫ് ആരംഭിക്കുമ്പോൾ ആദ്യത്തെ ദിവസം ഫജ്ർ നിസ്കാരത്തിന് ശേഷം എന്തു ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ആ കൂടാരത്തിനകത്തേക്ക് പ്രവേശിക്കും. അതായത് തലേന്ന് രാത്രി 20 ആകുന്നതിന്റെ അല്ലെങ്കിൽ 21-ന്റെ ആ തലേന്ന് രാത്രി എന്ത് ചെയ്യും? പിന്നെ മസ്ജിദിലേക്ക് പ്രവേശിക്കും. പിറ്റേന്ന് ഫജ്ർ കഴിഞ്ഞാൽ കൂടാരത്തിനകത്തേക്ക് ഇഅ്തികാഫിന്റെ നിയ്യത്തോടു കൂടി പ്രവേശിക്കാറുണ്ട്. ഫഅമറ ബിഹി മറതൻ ഫദുരിബ ലഹു. ഒരു വർഷത്തിൽ ഇങ്ങനെ ഒരു കൂടാരം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അത് ടെന്റ് കെട്ടാൻ വേണ്ടി കൽപ്പിക്കുകയും അങ്ങനെ ടെന്റ് കെട്ടുകയൊക്കെ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി ടെന്റ് സ്ഥാപിക്കുകയുണ്ടായി. ഫഅമറ അസ്വാജഹു ബിഅഖ്ബിയതിഹിൻ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിൽ ഇങ്ങനെ ടെന്റ് കെട്ടിയെന്ന് പറഞ്ഞപ്പോ അവിടുത്തെ പത്നിമാരും അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അവർക്കും ഇതുപോലെ ടെന്റ് കെട്ടണമെന്ന് പറഞ്ഞ് കൽപ്പിക്കുകയുണ്ടായി. ഫദുരിബത്ത്. അങ്ങനെ അവർക്കും ടെന്റ് കെട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടാൻ പറഞ്ഞു, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിയിട്ടുണ്ട്. ഭാര്യമാർക്കും അവിടെ മസ്ജിദിനകത്ത് ഇങ്ങനെ കെട്ടി. ഫലമ്മാ സ്വല്ലൽ ഫജ്റ. അങ്ങനെ ഫജ്ർ നിസ്കാരം ഇഅ്തികാഫിന് പ്രവേശിക്കേണ്ട ദിവസത്തിൽ ഫജ്ർ നിസ്കാരം കഴിഞ്ഞ് നോക്കിയപ്പോ നവറ ഫറഅ തിൽക്കൽ അഖ്ബിയത. തന്റെ ഭാര്യമാർ അവിടെ കെട്ടിയിട്ടുള്ള ഈ കൂടാരങ്ങൾ ഇങ്ങനെ കണ്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ഫഅമറ ബിഖിബാഇഹി
ഫഖുവ്വിദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൂടാരം അത് ഒഴിവാക്കിക്കാളി, വേണ്ടാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, അതിനെ ഒഴിവാക്കി. തന്നെ കണ്ടിട്ട് ഭാര്യമാരും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, കൂടാരം കെട്ടിയിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൂടാരം ഒഴിവാക്കാൻ പറഞ്ഞു, അതിനെ ഒഴിവാക്കി. വതറക്കൽ ഇഅ്തികാഫ ഫീ റമളാൻ, ആ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫിനെ ഒഴിവാക്കുകയുണ്ടായി. ആ വർഷത്തിൽ ഇഅ്തികാഫ്, റമളാനിലെ ആ ഇഅ്തികാഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തില്ല. എന്നിട്ട് ഹത്ത ഇഅ്തികാഫ ഫിൽ അശ്റിൽ അവ്വലി മിൻ ശവ്വാൽ, എന്നിട്ട് ശവ്വാലിന്റെ ആദ്യത്തെ 10 ആ ഇഅ്തികാഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചത് എന്ന് ചില ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ കാണാം. അത് ആ ഭാര്യമാർക്ക് അത് പഠിപ്പിക്കാൻ വേണ്ടി, അത് പിന്നെ ആ ഭാര്യമാർ അങ്ങനെ ഇരിക്കണ്ട എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അനുവദനീയമാണ് സ്ത്രീകൾക്ക് ഇഅ്തികാഫ് ഇരിക്കാൻ, പക്ഷേ അത് ആ സമയത്ത് അത് ചെയ്യണ്ട എന്നുള്ള ഉദ്ദേശത്തിൽ അത് വേണ്ട എന്ന് വെക്കുകയാണ് ഉണ്ടായത്. വകാന യഅ്തകിഫു കുല്ല സനത്തിൻ 10 അയ്യാം. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വർഷത്തിലും 10 ദിവസമാണ് ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നത്. 10 ദിവസം ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. ഫലമ്മ കാന അൽ-ആം അല്ലദീ ഖുബിള ഫീഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ വർഷത്തിൽ ഇഅ്തകഫ 20 യൗമൻ, ആ വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ദിവസം ഇഅ്തികാഫ് ഇരുന്നു? 20 ദിവസം ഇഅ്തികാഫ് ഇരുന്നു. വകാന യുആരിദുഹു ജിബ്രീലു ബിൽ ഖുർആൻ കുല്ല സനത്തിൻ മറതൻ, എല്ലാ വർഷത്തിലും ഒരു തവണ ജിബ്രീൽ അലൈഹിസ്സലാം വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഖുർആൻ മുഴുവൻ പാരായണം ചെയ്ത് കേൾക്കുകയും ചെയ്യാറുണ്ട്. ഫലമ്മാ കാന ദാലികൽ ആം, ആ 20 ദിവസം ഇഅ്തികാഫ് ഇരുന്ന ആ വർഷത്തിൽ അറളഹു ബിഹി മറതൈൻ, 2 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആൻ മുഴുവൻ പാരായണം ചെയ്ത് കേൾക്കുകയുണ്ടായി. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുകയാണ്, എല്ലാ വർഷത്തിൽ വഫാത്താകും എന്നുള്ളത് കൊണ്ട് തന്നെ 2 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആൻ കേൾക്കുകയുണ്ടായി. വകാന യഅരിദു അലൈഹിൽ ഖുർആൻ അയ്ളൻ ഫീ കുല്ലി സനത്തിൻ മറതൻ ഫഅറള അലൈഹി തിൽക സനത മറതൈൻ, ഖുർആൻ 2 തവണ അത് ആവർത്തിച്ച് ഉണ്ടായിരുന്നു. ഇഅ്തികാഫ് പിന്നെ ആ വർഷത്തിൽ 20 ദിവസം ഇരുന്നു. അതുപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്യുന്നതും കേൾക്കുന്നതും 2 തവണ ആ വർഷത്തിൽ ചെയ്തു. വകാന ഇദ ഇഅ്തകഫ ദഖല ഖുബ്ബതഹു വഹ്ദഹു, അങ്ങനെ ഇഅ്തികാഫ് ഇരിക്കുന്ന സന്ദർഭത്തിൽ അവിടുത്തെ ആ കൂടാരത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒറ്റക്കാണ് പ്രവേശിക്കാറുണ്ടായിരുന്നത്. കുറെ ആളുകളെ കൂട്ടിയിട്ട് അല്ലെങ്കിൽ കുറെ പിന്നെ ഒപ്പം ആളുകളെ ഇരുത്തിയിട്ടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഅ്തികാഫിന് വേണ്ടി പ്രവേശിക്കാറുണ്ടായിരുന്നത്. വകാന ലാ യദ്ഖുലു ബൈതഹു ഫീ ഹാലി ഇഅ്തികാഫിഹി ഇല്ലാ ലിഹാജത്തിൽ ഇൻസാൻ, എന്നിട്ട് പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഅ്തികാഫിന് വേണ്ടി മസ്ജിദിൽ ഇരുന്നാൽ പിന്നെ തന്റെ വീട്ടിലേക്ക്, വീട് മസ്ജിദ് അടുത്തടുത്താണ്, നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ വീടുകളൊക്കെ മസ്ജിദിന്റെ അടുത്ത് തന്നെയാണ്. ആയിഷ ബീവിയുടെ വീട് അത്രയും അടുത്താണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫിന്റെ നിയ്യത്തായിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ മനുഷ്യന്റെ നിർബന്ധിത കാര്യങ്ങൾക്ക് വേണ്ടി അല്ലാതെ വീട്ടിലേക്ക് പ്രവേശിക്കാറുണ്ടായിരുന്നില്ല. എന്തെങ്കിലും അത്യാവശ്യമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലാതെ വീട്ടിലേക്ക് പോകാറുണ്ടായിരുന്നില്ല. വകാന യുഖ്രിജു റഅസഹു മിനൽ മസ്ജിദി ഇലാ ബൈതി ആയിഷ, ഇഅ്തികാഫിന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ തല കുറച്ച് നീട്ടിയാൽ തന്നെ എങ്ങോട്ടെത്തും? മസ്ജിദിലാണ് ശരീരമെങ്കിലും നേരെ കുറച്ച് നീട്ടി വെച്ചു കൊടുത്താൽ തന്നെ ആയിഷ ബിയുടെ വീട്ടിലേക്ക് എത്തും. അങ്ങനെ ആയിഷ ബിയുടെ വീട്ടിലേക്ക് നീട്ടുകയും ഫതുറജ്ജിലുഹു വഹിയ ഹായിദുൻ, ആയിഷ റളിയല്ലാഹു അൻഹ ഹൈലുകാരിയായിരിക്കുമ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തലമുടി ചീന്തി കൊടുക്കാറുണ്ടായിരുന്നു, തലമുടി ചീന്തി ഒതുക്കി വെച്ച് കൊടുക്കാറുണ്ടായിരുന്നു. വകാനത് ബഅദു അസ്വാജിഹി തസൂറുഹു, ചിലപ്പോഴെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റു ചില പത്നിമാർ സന്ദർശിക്കാൻ വേണ്ടി, കുറച്ച് വീട് അടുത്ത് തന്നെ ആണെങ്കിലും കുറച്ച് നീങ്ങിയിട്ടുള്ള ഭാര്യമാരെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫിൽ ഇരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിക്കാൻ വേണ്ടി വരാറുണ്ട്. വഹുവ മുഅ്തകിഫുൻ ഫൈദാ ഖാമത് തദ്ഹബു, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് തിരിച്ചു പോകുന്ന സമയത്ത് ഖാമ മഅഹാ യഖ്ലിബുഹാ വകാന ദാലിക ലൈലൻ, അവരെ യാത്രയാക്കാൻ വേണ്ടി, അവരെ സുരക്ഷിതമായി വീട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകാറുണ്ട്. അത് രാത്രിയിൽ പോകാറുണ്ട്. അറിയപ്പെട്ട ഒരു ഹദീസാണ്. സഫിയ ബിൻത് ഹുയൈ റളിയല്ലാഹു അൻഹയുടെ
ഒരു ദിവസം ഇഅ്തികാഫിൽ ഇരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി സഫിയ ബീവി വന്നു. അങ്ങനെ മാറി നിന്ന് ഭാര്യയും ഭർത്താവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫിയ ബീവിയോട് സംസാരിച്ചിരിക്കുമ്പോൾ രണ്ട് സഹാബികൾ ആ വഴി കൂടെ വന്നു. ആ സഹാബികൾ വേഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ത്രീയുമായി സംസാരിക്കുന്നുണ്ടപ്പോൾ വേഗം ഇവിടെ പോയി, സ്വാഭാവികമായിട്ട് പോകുന്നത്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറഞ്ഞു, ഇതിന്റെ ഭാര്യ സഫിയയാണ് എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ എന്താണ്, ഇനി സംശയം ഉണ്ടാവണ്ട എന്ന നിലയ്ക്ക്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ ചോദിച്ചു, റസൂലേ നിങ്ങളെ ഞങ്ങൾ സംശയിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഈ ഹദീസ് പറഞ്ഞത്, മനുഷ്യന്റെ ശരീരത്തിൽ രക്തം ഓടുന്നതിലൂടെ ഒക്കെ ആരോടും ശൈത്താൻ ഓടും. അതുകൊണ്ട് തന്നെ ഒരു സംശയം ഉണ്ടായി, ഭാവിയിൽ ഒരു ഫിത്നയാകണ്ട. ഈ ഹദീസൊക്കെ പല മസ്അലകൾക്കും തെളിവായെടുക്കും. അതായത് ഒരു സംശയത്തിന്റെ അവസ്ഥ ഉണ്ടാക്കരുത്, കാര്യം വ്യക്തമാക്കി കൊടുക്കണം, സംശയത്തിന്റെ സാഹചര്യം ഉണ്ടാവരുത്. അതിന് എന്തെങ്കിലും സംശയം ഉണ്ടാകുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവനെന്താ വിചാരിച്ചോട്ടെ, അള്ളാഹ്ക്കറിയാലോ, അങ്ങനെയല്ല. ഒരു സംശയത്തിന് വക ഉണ്ടാക്കരുത് എന്നൊക്കെ അതിൽ നിന്ന് ഉലമാക്കൾ തെളിവെടുത്തത് കാണാം. അപ്പോൾ ഇഅ്തികാഫ് വെക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള അത്യാവശ്യങ്ങൾക്ക് മറ്റുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ടുണ്ട്. വലം യകുൻ യുബാശിറു ഇംറഅതൻ മിൻ നിസാഇഹി വഹുവ മുഅ്തകിഫുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫിലായിക്കൊണ്ട് ഭാര്യമാരുമായിട്ടുള്ള സ്നേഹബന്ധം അല്ലെങ്കിൽ അടുപ്പം, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ശാരീരികമായിട്ടുള്ള അടുപ്പം, അതായത് ലൈംഗിക ബന്ധമല്ലാതെയുള്ള ആ ശാരീരികമായിട്ടുള്ള സ്നേഹബന്ധങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുണ്ടായിട്ടില്ല, അങ്ങനെ ചെയ്യാറില്ല. ലാ ബിഖുബ്ലത്തിൻ വലാ ഗൈരിഹാ, അതൊരു ചുംബനം കൊണ്ടാവട്ടെ അതല്ലാത്ത തരത്തിലാവട്ടെ ഇഅ്തികാഫിലായിരിക്കുമ്പോൾ ചെയ്യാറില്ല. വകാന ഇദാ ഇഅ്തകഫ തുരിഹ ലഹു ഫിറാശുഹു വസരീറുഹു ഫി മുഅ്തകഫിഹി. ഇഅ്തികാഫ് ഇരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടക്കാറുള്ള വിരിപ്പും അതുപോലെയുള്ള കിടക്കയോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഈ ഇഅ്തികാഫ് എവിടെയാണോ ഇരിക്കുന്നത് അങ്ങോട്ടേക്ക് വെക്കുകയാണ് ചെയ്യാറുള്ളത്. അഥവാ സ്വാഭാവികമായിട്ടും മനുഷ്യന് കുറഞ്ഞ സമയത്ത് ഉറങ്ങുകയോ കിടക്കുകയോ ഒക്കെ വേണ്ടി ആവശ്യമുണ്ടാകും. അതുകൊണ്ട് തന്നെ അതെല്ലാം ഈ എവിടെയാണോ ഇഅ്തികാഫ് ഇരിക്കുന്നത് അങ്ങോട്ടേക്ക് വെക്കാറുണ്ടായിരുന്നു. വകാന ഇദാ ഖറജ ലിഹാജതിഹി, ഇനി എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ നേരത്തെ പോലെ എന്തെങ്കിലും ഒരു കാര്യത്തിന് പുറത്തു പോവുകയാണ് എങ്കിൽ മർറ ബിൽ മരീദ് വഹുവ ഫീ ത്വരീഖിഹി, ആ പോകുന്ന വഴിയിൽ ഇന്ന രോഗിയുണ്ട്, അവിടെ ഒരു രോഗി ആ വീട്ടിലുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാം. ഒരു വഴി കൂടെ പോവാണ്, ആ വഴിയിൽ ഇന്ന വീട്ടിൽ രോഗിയുണ്ട് എന്നെല്ലാം അറിയാം. ഫലാ യഅറുജു അലൈഹി വലാ യസ്അലു അൻഹു, ആ രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി ആ വീട്ടിലേക്ക് പോവുകയോ അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുകയോ ഒന്നും ചെയ്യാൻ നിൽക്കാറില്ല. എന്താണോ നിർബന്ധമായിട്ട് ആവശ്യത്തിന് പോയത് അത് കഴിഞ്ഞ് വേഗം തിരിച്ചു വരിക ചെയ്യാറുള്ളത്. അവിടെ ഒരു രോഗിയുണ്ട് എന്ന് അറിഞ്ഞാൽ പോലും രോഗസന്ദർശനത്തിനോ മറ്റോ പോകാറില്ല എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനാസയെ ഇത്തികാഫിലായിരിക്കുന്ന സമയത്ത് ജനാസയെ പിന്തുടരാനും പോകാറുണ്ടായിരുന്നില്ല എന്ന് കാണാം. വഅതകഫ മറത്തൻ ഫീ ഖുബ്ബത്തിൻ തുർക്കിയ്യത്തിൻ, ഒരു വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് ഇരിക്കാൻ കെട്ടിയ ടെന്റ് എന്നുള്ളത് തുർക്കികളുടെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ടെന്റ് ആയിരുന്നു. അതിനൊരു മുൻഭാഗത്ത് ഒരു പിന്നെ കതക് പോലെ പ്രവേശിക്കാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാവാറുണ്ട്. വജഅല അലാ സുദ്ദതിഹാ ഹസീറൻ, അതിന്റെ ആ ടെന്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോറിന്റെ പോലെ ഒരു വഴി അവിടെ ഉണ്ടാവും, തുറന്നു കിടക്കുന്ന ഒരു ഭാഗം ഉണ്ടാവും. ആ തുർക്കി ടെന്റ് വെച്ച ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, അതിന്റെ ആ കയറുന്ന തുറന്ന ഭാഗത്ത് വേറൊരു പായ കൊണ്ടുവന്നിട്ട് അതിനെന്ത് ചെയ്തു, അതിനെ മറച്ചു വെക്കേണ്ടായത്. അതായത് ചെറിയൊരു മറ അല്ല, നമ്മൾ മനസ്സിലാക്കണം, ചെറിയൊരു മറയല്ല, തീരെ കാണാൻ പറ്റാത്ത, മറ്റുള്ളവർ കാണാത്ത, മറ്റുള്ളവരറിയാത്ത ആ ഒരു അവസ്ഥ ഉണ്ടായിരുന്നത്. എന്തെങ്കിലും ഒരു തുണി കെട്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മറയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാഗത്ത് ഉണ്ടായിരുന്നത്, മറ്റൊരാൾക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, എന്തിനാണ് അതിന്റെ ആ വഴി അടച്ചത്, അതിലൊരു പായറ്റിട്ട് മൂടിയത്? കുല്ലു ഹാദാ തഹ്സീലൻ ലിമഖ്സൂദിൽ ഇഅ്തികാഫ്, ഇതൊക്കെ ചെയ്തത് ഇഅ്തികാഫ് കൊണ്ടുള്ള ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇഅ്തികാഫ് കൊണ്ട് എന്താണോ ലക്ഷ്യം വെച്ചത് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിരുന്നത്. ചില ആളുകൾക്ക് എന്നൊരു ധാരണ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ആവശ്യമില്ലാത്തൊരു കാര്യമാണ്, അതൊക്കെ മോശമാണ് മസ്ജിദിൽ അങ്ങനെ ചെയ്യുക. ചില സൗകര്യങ്ങളും ചില മസ്ജിദുകളിൽ പറ്റുമോ ഇല്ലയോ അതൊക്കെ വേറെ കാര്യം, അതല്ല പറയുന്നത്. പക്ഷെ ഒരു മസ്ജിദ് ഉണ്ട്, ആ മസ്ജിദ് അങ്ങനെയൊക്കെ ചെയ്യാൻ അനുവാദമുണ്ട്. അതിന്റെ പിന്നെ ഉത്തരവാദിത്തമുള്ള ആളുകൾക്ക് യാതൊരു മുത്തവല്ലികളാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കമ്മിറ്റി ആണെങ്കിൽ അങ്ങനെ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. എങ്കിൽ പോലും ചില ആളുകൾക്ക് ഇതൊന്നും ആവശ്യമില്ല, അതൊക്കെ ഇപ്പൊ എന്താ വെറുതെ ഒരു ശരിയല്ല, അങ്ങനെ ഒരു ധാരണ ഉണ്ട്. പക്ഷെ അതിനൊരു കൃത്യമായ ലക്ഷ്യമുണ്ട്, അതിനൊരു കൃത്യമായ ഉദ്ദേശമുണ്ട്.
അതിനു വേണ്ടിയിട്ടാണത്. അത് ബാക്കിയുള്ള എല്ലാ കാര്യത്തിൽ നിന്നും മാറി നിന്ന്, കുടുംബത്തിൽ നിന്ന് മാറി നിന്നിട്ടാണ് കുറച്ച് ദിവസം ഒരു സ്ഥലത്ത് നിൽക്കുന്നത്, കച്ചവടത്തിൽ നിന്ന് മാറി നിന്നിട്ടാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് ഇബാദത്തിനുള്ള സ്ഥലമായ മസ്ജിദിൽ തന്നെ പ്രത്യേകമായിട്ടുള്ള സ്ഥലത്ത് മാറി നിൽക്കുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. അത് ആദ്യം പറഞ്ഞ ഖൽബിനെ അള്ളാഹുലേക്ക് മാത്രം നയിക്കാനാണ്. എന്നിട്ട് പറയാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇഅ്തികാഫിന്റെ ഈ ബാബ്, ഈ ഫസ്ൽ അവസാനിപ്പിക്കുന്നത് നമ്മോടൊക്കെ പറയുന്ന ഒരു വാക്കുപോലെയാണ്. നമ്മോടൊക്കെ പറയുന്ന ഒരു വാക്കുപോലെയാണ്. യഥാർത്ഥത്തിൽ ഇതുപോലെ ചെയ്യുന്ന ആളുകളല്ല ഉദ്ദേശിച്ചത്, അല്ലാതെയുള്ള ആളുകളോടുള്ള ഒരു വാക്കാണ്. പറയാണ് അക്സു മാ യഫ്അലുൽ ജുഹാൽ, ചില വിഡ്ഢികൾ അവർ ഇതിന് നേരെ ചെയ്യുന്നത് കാണാം. ഇഅ്തികാഫിന്റെ പേരിൽ മസ്ജിദിലായിരിക്കും, പക്ഷേ ഈ ലക്ഷ്യമൊന്നും പാലിക്കാതെ ഇതിനൊക്കെ എതിരായി ചെയ്യുന്ന കാണാം. മിൻ ഇത്തിഖാദിൽ മുഅ്തകഫി മൗദിഅ ഇശ്റത്തിൻ, അവരവരുടെ ഇഅ്തികാഫിന്റെ സ്ഥലം അവരുടെ ബന്ധങ്ങൾ ചേർക്കാനും ഒക്കെ വേണ്ടി വെച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും. വമജ്ലബത്തിൻ ലിസ്സായിരീൻ, അതുപോലെ സന്ദർശിക്കുന്ന ആളുകൾക്കൊക്കെ സന്ദർശിക്കാൻ വേണ്ടി സംസാരിക്കാനും കളിയും ചിരിയും തമാശയും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു കാര്യമാക്കിയിട്ട് ഇഅ്തികാഫിനെ എടുത്തിട്ടുണ്ടാവും. സുബ്ഹാനല്ലാഹ്, നമ്മളെ പറ്റിയിട്ടാ പറയുന്നത്. ചില വിഡ്ഢികൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഫഹാദാ ലൗനുൻ, അത് വേറെന്തോ ഒരു കാര്യമാണ്. അവർ ചെയ്യുന്നത് വേറെന്തോ ഒരു കാര്യമാണ്. വലിഇഅ്തികാഫുൽ മുഹമ്മദി ലൗനുൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഅ്തികാഫ് വേറൊരു കാര്യമാണ്. അവർ ചെയ്യുന്ന ഇഅ്തികാഫ് വേറെന്തോ ആണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് വേറെന്തോ ആണ്. വല്ലാഹുൽ മുവഫിഖ്, അല്ലാഹു ആണ് തൗഫീഖ് നൽകുന്നവൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇഅ്തികാഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു ഫസ്ല് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങൾ നമുക്ക് അടുത്ത റമളാനിലെങ്കിലും ശ്രദ്ധിക്കാനും എന്താണോ ഇഅ്തികാഫ് കൊണ്ടുള്ള ലക്ഷ്യം അത് നേടിയെടുക്കാനും സാധിക്കുന്ന രീതിയിൽ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അടുത്തത് ഇബാദത്തിന്റെ ഇനങ്ങളിൽ ഹജ്ജും ഉംറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിലുള്ള മാതൃകകളൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്കുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ വ്യത്യസ്ത കാര്യങ്ങളിലേക്ക്, വളരെ നിസ്സാരമാണെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ പോലും നമുക്ക് അറിയേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട പാഠങ്ങൾ അതിൽ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നമുക്ക് ഭാവിയിൽ വായിക്കാൻ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.